പുള്ളിക്കാരി വേറെ വിവാഹം കഴിക്കുകയാണെന്നും അതിനെക്കുറിച്ചിട്ട് അത് മറച്ചു വെച്ച് ശാന്ത് ആയതുപോലെ ജയൻ രവി ആവുന്നു എന്നുള്ള രീതിയിലാണ് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എനിക്ക് കുറെ പേഴ്സണൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഈ പ്രശാന്തിന്റെ ഇഷ്യൂ എന്തുവാണെന്ന്. പ്രശാന്തിന്റെ ഇഷ്യൂ അറിയാത്തവർക്ക് വേണ്ടി പറയാം. 2005 പ്രശാന്തിന് അതിന് മുമ്പേ പ്രശാന്ത് ആരെന്ന് ചോദിച്ചാൽ അത് ബോഡി ഗാർഡ് സിനിമ, മലയാളം ബോഡി ഗാർഡ് സിനിമയിലെ പിന്നെ നയൻതാരയുടെ ഫാദറായിട്ട് അഭിനയിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ മകനാണ് പ്രശാന്ത്. ജീൻസ് ശങ്കർ കോംബോ ഐശ്വര്യ റായിയുടെ ഒക്കെ. അപ്പം ആ ഒരു സിനിമയിലെ ആളാണ് പ്രശാന്ത്. കാരണം പ്രശാന്തിന്റെ കൂട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ വരുന്നത്. പ്രശാന്തിന്റെ കരിയറൊക്കെ നശിച്ച ഇതാണ്. പ്രശാന്തിന്റെ കരിയർ നശിച്ചെന്ന് പറഞ്ഞാൽ അത് ഒരു ഓൾമോസ്റ്റ് ഈ പറഞ്ഞ സത്യം തന്നെയാണ്. അതായത് 2005 വിവാഹം കഴിക്കും. മലേഷ്യയിലുള്ള ഒരു ബിസിനസ്സുകാരന്റെ മോളെയാണ് പുള്ളിക്കാരൻ വിവാഹം കഴിച്ചത്. 2005 കഴിച്ച് 2009 തന്നെ പിന്നെ അവർ വേർപിരിഞ്ഞു. അതുമായിട്ട് ഇതേപോലെ തന്നെ ജയൻ രവി വന്ന പോലെ തന്നെ ഭയങ്കര പ്രശ്നത്തിലാണ് പുള്ളിക്കാരൻ. ഇതേപോലെ മീഡിയയൊക്കെ വിളിച്ച് അന്ന് സോഷ്യൽ മീഡിയയോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല. അന്ന് അവിടുത്തെ കുറെ ചാനലുകാരെ ഇതേപോലെ വിളിച്ചിട്ട് ഈ കറക്റ്റ് ഇതേപോലെ തന്നെയാണ് ജയൻ രവി എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ വന്ന് കരഞ്ഞു പറഞ്ഞാണ് മാധ്യമങ്ങളുടെ മുന്നിൽ പുള്ളിക്കാരൻ കരഞ്ഞു പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അന്ന് പുള്ളിക്കാരൻ ഇപ്പം വക്കീലിന്റെ ഒരു യൂട്യൂബ് വീഡിയോ കിടപ്പുണ്ട്. ആ യൂട്യൂബ് വീഡിയോക്കകത്ത് ആ വക്കീല് പറയുന്നുണ്ട്. അതായത് ഈ പുള്ളിക്കാരി വേറെ വിവാഹം കഴിക്കുകയാണെന്നും അതിനെക്കുറിച്ചിട്ട് അത് മറച്ചു വെച്ചിട്ടാണ് പ്രശാന്തിനെ കല്യാണം കഴിച്ചത് എന്നുള്ളൊരു വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പം അതാണ് ഇഷ്യൂ എന്നാ തോന്നുന്നത്. എനിക്ക് അതിനെക്കുറിച്ചിട്ട് അറിയത്തില്ല. അവർ പറഞ്ഞൊരു അറിവാണുള്ളത്. അപ്പോൾ ഈ ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ച ആൾക്കാർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ യഥാർത്ഥ സംഭവം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇഷ്യൂസ് ആണ്. അതായത് അന്ന് 2005 to 2009 ഇതേപോലെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് വരുന്ന ടൈമിന് പുള്ളിക്കാരൻ ഇതേപോലെ വിവാഹം ഇഷ്യൂസായി, ഡിവോഴ്സായി. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം പുള്ളിക്കാരൻ്റെ കരിയർ നശിച്ചു. ഇപ്പൊ അതേ ലെവലിൽ തന്നെയാണ് ജയൻ രവിയും കയറി വരുന്നത് എന്നാണ് ആൾക്കാർ പറഞ്ഞത്. അതേപോലെ അന്ന് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു, ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട്. അതിന്റെ പേര് എല്ലാവരും അറിയുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞാൽ നമ്മളിപ്പോൾ മലയാളവും തമിഴ് സിനിമയില് അത്യാവശ്യ കാര്യങ്ങളൊക്കെ അവിടെ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യങ്ങളൊക്കെ 90% അവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതാണ് ഞാൻ ഇവിടെ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട നല്ലതും ചീത്തയും എല്ലാ കാര്യങ്ങളും ഞാൻ സിനിമ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതേപോലുള്ള പോസിറ്റീവ് നെഗറ്റീവ് സിനിമയുടെ ഫുൾ കാര്യങ്ങളാണ് ഞാൻ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പം പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതേപോലത്തെ ഇഷ്യൂസ് വരുമ്പോൾ നമ്മളത് പറയുന്നുണ്ട്. അല്ലാതെ വേറെ ഒന്നും നമ്മൾ പറയുന്നില്ല. സിനിമ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത്യാവശ്യം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ അറിയാൻ ശ്രമിക്കുന്ന കാര്യങ്ങളും ആരെങ്കിലും ഇതേപോലെ മെസ്സേജ് അയച്ചു. പ്രസാദിൻ്റെ കാര്യം തന്നെ മെസ്സേജ് അയച്ചപ്പോഴാണ് എനിക്ക് തോന്നി അത് അറിയണമെന്ന് തോന്നി. അങ്ങനെ ഞാനിത് തപ്പി. ഇതാണ് ഇഷ്യൂസ്, അന്ന് നടന്ന സംഭവമാണ്. ഇപ്പോഴത്തെ ഒന്നുമില്ല. ഇപ്പോൾ എല്ലാ ആളും ഓക്കെയാണ്. അപ്പോൾ ഓക്കെ, ശരി എന്നാൽ.